2026 മാർച്ച് 24 ചൊവ്വാഴ്ചയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ 25-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ആശയക്കുഴപ്പം കലരുന്ന റിപ്പോർട്ടുകളാണ്, വൈരുദ്ധ്യം കലർന്ന റിപ്പോർട്ടുകളാണ് വിവിധ മേഖലകളിൽ നിന്നും പുറത്തു വരുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാനിയൻ സൈന്യത്തിന്റെ കൈവശം തന്നെയാണെന്ന് ഇറാനിയൻ സൈന്യം അവകാശപ്പെടുന്നു. ഇതിനിടെ ബഹ്റിൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളെ പോകാൻ അനുവദിക്കണം. ആ കപ്പലുകൾക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സേന വിഭാഗം പ്രൊട്ടക്ഷൻ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് കൂടി സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. UAE-യിൽ നിന്നും അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും LPG ഗ്യാസ് നിറച്ചു കൊണ്ടുവന്ന പൈൻ ഗ്യാസും ജഗ് വസന്ത് എന്ന് പറഞ്ഞ 2 കപ്പലുകളാണ്. പൈൻ ഗ്യാസ് ആണ് UAE-യിൽ നിന്നും LPG നിറച്ചത്. ജഗ് വസന്ത് കുവൈറ്റിൽ നിന്നും LPG നിറച്ച് എന്തായാലും ഹോർമൂസ് കടലിടുക്ക് കടന്നു എന്നുള്ളതാണ്. നേരത്തെ 4ഓളം ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്ന കാര്യം നമ്മൾ നൽകിയിരുന്നു. ഇനി ഇറാൻ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷെ തങ്ങളുടെ പ്രധാനപ്പെട്ട 2 ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത സേന എന്നുള്ള ഒരു കാര്യം ഇറാൻ ഇപ്പൊ പറയുന്നുണ്ട്. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കുകയാണെങ്കിൽ ആശയവിനിമയ സംവിധാനങ്ങൾ, പേർഷ്യൻ ഗൾഫിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തടയും, അതുപോലെ തന്നെ മൈനുകൾ വിതറും കടലിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം, കപ്പൽ ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ല, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ അതിന് തികച്ചും വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. റോയിറ്റേഴ്സ് നൽകുന്ന മറ്റൊരു റിപ്പോർട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു മധ്യസ്ഥ സംഭാഷണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. പാകിസ്ഥാനാണ് മധ്യസ്ഥ ശ്രമത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് അവർ നൽകുന്നുണ്ട്. ഇതിനിടെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ടെല്ലവീവിലടക്കം വലിയ രീതിയിൽ സൈറണുകളും കാര്യങ്ങളും മുഴങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും വാർത്താ ഏജൻസികൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇതിനിടെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 93 രൂപ 73 പൈസ പുതിയ താഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ തകർച്ച ഇന്ത്യൻ രൂപ നേരിട്ടിരുന്നു. ഇന്നത് വീണ്ടും താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 93 രൂപ 73 പൈസ എന്നാണ് ഒരു ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 23-ന് UAE-യിൽ 6 ബാലിസ്റ്റിക് മിസൈലുകളും 23ഓളം ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് എയർ ഡിഫൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം നടന്നു. മേഖലാ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് UAE-യിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മേഖലാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് UAE റെസിഡൻസ് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് ഡിലേസ് ഉണ്ടാകും, ഷെഡ്യൂളുകൾ ഒരുപക്ഷെ മാറ്റേണ്ടതായി വരും. അപ്പൊ കൃത്യമായ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വിമാനത്താവളങ്ങളിലേക്ക് എത്താവൂ. ടിക്കറ്റ് കൺഫേം ആകിയതിനു ശേഷം മാത്രമേ വിമാനത്താവളങ്ങളിലേക്ക് എത്താവൂ. കാലാവസ്ഥയും മോശമാണല്ലോ. ഇപ്പൊ 2 സാഹചര്യങ്ങളുണ്ട്. അക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പൊ എയർ ഫെയറുകളുടെ കാര്യമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എയർ ഫെയറുകൾ വളരെ കൂടുതലാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാർച്ച് മാസം തീരാൻ പോവുകയാണ്. ഇനി ഏപ്രിൽ മാസത്തിലെ ഇന്ധന വിലയുടെ കാര്യത്തിലും നമുക്കൊരു വർധനവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ എണ്ണവില കുത്തനെ ഉയരുന്ന ഒരു രീതികളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും UAE വിപണിയിലും പ്രതിഫലിക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ദുബായ് മിറാക്കിൾ ഗാർഡനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ ഫ്രീ എൻട്രി വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാർച്ച് 31 വരെ നിങ്ങൾക്ക് കുടുംബങ്ങളോടൊന്നിച്ച്, കുട്ടികളോടൊന്നിച്ച് മിറാക്കിൾ ഗാർഡനിൽ സൗജന്യ പ്രവേശനത്തിനായി പോകാം എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്കൊരു ടിക്കറ്റ് വീണ്ടും വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ മാറ്റി വീണ്ടും സൗജന്യ പ്രവേശനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്.